ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ അയൽവാസി തിരിച്ചറിഞ്ഞു. കുന്നുംപുറം മജിസ്ട്രേറ്റ് ജില്ലാ ജയിലിൽ തിരിച്ചറിയൽ പരേഡ് തുടരുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, തിരിച്ചറിയൽ പരേഡ് തുടരുകയാണോ? ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും തന്നെ പ്രതിയെ കാണാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, തിരിച്ചറിയൽ പരേഡെല്ലാം അവസാനിച്ചു. കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുന്നു. കാരണം പ്രധാന സാക്ഷിയായ അയൽവാസിയായ ശ്രീലേഖ ഈ പ്രതി അമീറുൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വൈകിട്ട് 3 മണിയോടെയാണ് തിരിച്ചറിയൽ പരേഡ് തുടങ്ങിയത്. കാക്കനാട് ജില്ലാ ജയിലിനകത്ത് വെച്ചായിരുന്നു തിരിച്ചറിയൽ പരേഡ് നടന്നത്. കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ദാനിയലിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ തിരിച്ചറിയൽ പരേഡ് നടന്നത്. 7 പേർക്ക് സമൻസ് അയച്ചിരുന്നെങ്കിലും ഒരാൾ മാത്രമാണ് തിരിച്ചറിയൽ പരേഡിന് എത്തിയത്. അത് പ്രധാന സാക്ഷി തന്നെയായിരുന്നു. പോലീസിൻ്റെ മഹസറിലെ പ്രധാന സാക്ഷിയായ ശ്രീലേഖ തന്നെയാണ് തിരിച്ചറിയൽ പരേഡിന് എത്തിയത്. അയൽവാസിയായ ശ്രീലേഖ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു. നേരത്തെ ശ്രീലേഖ നൽകിയ മൊഴി അനുസരിച്ച് ഈ കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ നിലയിൽ ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രധാന സാക്ഷിയാക്കിയിരുന്നത്. അവർ തിരിച്ചറിയൽ പരേഡിന് എത്തുകയും ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തതോടെ ഈ കേസിലൊരു നിർണായക വഴിത്തിരിവായിരിക്കുന്നു. ഇത് പ്രധാന തെളിവായി ഇവർക്ക് കോടതിയിൽ സമർപ്പിക്കാം, അന്വേഷണ സംഘത്തിന് കോടതിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ പ്രതിയെ ഹാജരാക്കുന്നതിനായി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കാനായി പെരുമ്പാവൂർ കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകി കഴിഞ്ഞു. ഇത് പ്രകാരം ഇതിന് കോടതി അനുമതി നൽകുകയാണെങ്കിൽ നാളെ പ്രതിയെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷയും അന്വേഷണ സംഘം സമർപ്പിക്കും. കസ്റ്റഡി കോടതി അനുവദിക്കുകയാണെങ്കിൽ പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അന്യസംസ്ഥാനത്തേക്ക് വരെ കൊണ്ടുചെന്ന് തെളിവെടുക്കണം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് നേരത്തെ പരാമർശിച്ചിരുന്നു. അതോടൊപ്പം വളരെ വിശദമായ ചോദ്യം ചെയ്യലിനും ഈ പ്രതിയെ വിധേയനാക്കും. എന്തായാലും നാളെ ഇനി പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രതിയെ നാളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും നാളെ സമർപ്പിച്ച് അത് കോടതി പരിഗണിച്ചാൽ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ധന്യ, ഇപ്പോൾ പ്രതിയെ വീട്ടമ്മ തിരിച്ചറിഞ്ഞു എന്ന സാഹചര്യത്തിൽ നാളെ മുതൽ ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വീട്ടമ്മയെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അന്വേഷണം വീണ്ടും ഇത്തരത്തിലൊരു നിർണായക തെളിവ് കൂടി ലഭിച്ച സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക? ധന്യ, ഇവരുടെ മൊഴിയെല്ലാം നേരത്തെ പലതവണ എടുത്തതാണ്. അതിൽ നിന്നാണ് ഇവരാണ് പ്രധാന സാക്ഷി എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരിച്ചറിയൽ പരേഡിനെ വിളിച്ചത്. തിരിച്ചറിയൽ പരേഡിന് ഇവരെ അകത്ത് കയറ്റിയപ്പോൾ ഇവർ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. ഇതോടെ ഇനി കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായത്. ഇനി തീർച്ചയായും പ്രതിയെയാണ് കൂടുതലായും ചോദ്യം ചെയ്യേണ്ടത്. ഏത് രീതിയിൽ ഈ കൊലപാതകം നിർവഹിച്ചു, പല കൊലപാതകത്തിൻ്റെ ഇനിയും ചുരുളുകൾ അഴിയാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് തന്നെ കൂടുതൽ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡിൻ്റെ വിവരങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി അവശേഷിക്കുന്നത്. കെ മുമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ ഇന്ന് തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കി. അയൽവാസി കൂടിയായ വീട്ടമ്മ അമീറുലിനെ തിരിച്ചറിയുകയും ചെയ്തു. കേസിൽ നിർണായക വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. കെ മുമേഷ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ CPIM രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് അടുത്ത മാസം 11 മുതൽ 17 വരെ CPIM പ്രക്ഷോഭം സംഘടിപ്പിക്കും. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുന്നതിന്റെ സൂചനയായാണ് പ്രതിരോധ രംഗത്തടക്കം 100% വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതെന്നും യെച്ചൂരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. The Central Committee decided to organize a all India protest movement, and the decision is that between the 11th to the 17th of July, all over the country, the CPIM, all its units will engage in protest actions and struggles, and focusing on the issue of price rise and unemployment. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ധാരണ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. തെറ്റുതിരുത്താൻ ബംഗാൾ ഘടകത്തോട് നിർദ്ദേശിച്ചതായും യെച്ചൂരി പറഞ്ഞു. The Central Committee concluded that the electoral tactics adopted in West Bengal were not in consonance with the Central Committee decision for not having an alliance with or an understanding with the Congress party.
this, the Central Committee noted, should be rectified, and the electoral line of the party should adhere to the political tactical line that we adopted in our party Congress. കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ തുടർന്നുവന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു. അച്ചടക്ക ലംഘനത്തിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റു തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കൂടാതെ ജഗ്മതി സാങ്വാന്റെ രാജി സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. ധന്യ, കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുകയും നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്ത കേന്ദ്ര കമ്മിറ്റി നിർണായക തീരുമാനങ്ങൾ എടുത്താണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത കേന്ദ്ര കമ്മിറ്റി പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയത്തിന് യോജിക്കുന്നതല്ല എന്നുള്ള തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ പാർട്ടി നയം പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായി പോളിറ്റ് ബ്യൂറോയെ പാർട്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായെന്നും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുന്നതിനുള്ള തീരുമാനവും കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തു. അതോടൊപ്പം പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന അക്രമത്തിനെതിരെ, പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾക്ക് എതിരെയും രാജ്യവ്യാപകമായുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് ആദ്യവാരം മുതലാണ് ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക. ഏതായാലും പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് പാർട്ടി വളരെ വിശദമായി വിശകലനം ചെയ്തത് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇനി അത്തരത്തിലുള്ള പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാത്ത വിധം നടപടികൾ സ്വീകരിക്കുന്നതിനായി, ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലുമുള്ള പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുന്നു. വരൾച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗൗരവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ പിടിച്ചു നിർത്താനുള്ള ശ്രമവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ സ്വഭാവം, മറ്റ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ഏകാധിപത്യ സ്വഭാവവും അതേപടി തന്നെ പിന്തുടരുകയാണ്. ഇതുകൂടാതെ നിലവിൽ എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ചില തീരുമാനങ്ങളിലൂടെ ഒന്ന്, വിദേശ നിക്ഷേപത്തിൻ്റെ പരിധി ഉയർത്താനും അതോടൊപ്പം തന്നെ അമേരിക്കയുമായി സൈനിക കാര്യങ്ങളിൽ സഹകരിക്കാനും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പാർട്ടി വിശദമായി പരിശോധിച്ചു. ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത് അമേരിക്കക്ക് അടിമപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ ഉണ്ടായത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെയാണ് 3 ദിവസം നീണ്ടുനിന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിച്ചത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഹരിയാനയിൽ നിന്നുള്ള ജഗ്മതിയെ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നതിനിടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തതാണ് ജഗ്മതി സാങ്വാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമ ബംഗാളിൽ പാർട്ടി സ്വീകരിച്ച നയവുമായി ബന്ധപ്പെട്ട ചില വിയോജിപ്പുകൾ, അഭിപ്രായ പ്രകടനങ്ങൾ അവർ കേന്ദ്ര കമ്മിറ്റിയിൽ നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അതിൽ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷവും പ്രതിഷേധമുയർത്തി. അതുമാത്രമല്ല, പാർട്ടിയുടെ അച്ചടക്കം അനുസരിച്ച്, പാർട്ടി ഭരണഘടന അനുസരിച്ച് അത്തരത്തിലുള്ള പൊതു തീരുമാനമെടുത്താൽ പിന്നീട് വിമർശനങ്ങൾ ഉന്നയിക്കുക, അല്ലെങ്കിൽ ഒരു അജണ്ട കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനം നടത്തിയതിൻ്റെ പേരിലാണ് ജഗ്മതി സാങ്വാനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ധന്യ. ദില്ലിയിൽ നിന്ന് സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വിദേശ നിക്ഷേപ നയത്തിൽ വൻ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വ്യോമയാന രംഗത്തും പ്രതിരോധ രംഗത്തും 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഫാർമസി മേഖലയിൽ 74% നിക്ഷേപമാകാം. ബ്രോഡ്കാസ്റ്റിംഗ്, ഇ-കൊമേഴ്സ് മേഖലകളിലും 100% നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. വാർത്തകളിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയെന്ന ആരോപണം. നിയമന ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലിസ്റ്റ് പുറത്തായി. അതീവ രഹസ്യമായി ലോക്കറിൽ സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തായത്. ലിസ്റ്റ് പീപ്പിളിന് ലഭിച്ചു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനത്തിന്റെ മറവിലാണ് ക്രമക്കേടുകൾ നടക്കുന്നത്. ദിവസവേതനക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കാണ് ലക്ഷങ്ങളുടെ കോഴയിടപാടുകൾ നടന്നത്. ഔദ്യോഗികമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി. രജിസ്ട്രാറുടെ ഓഫീസിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ലിസ്റ്റ് കാണിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായും വിവരമുണ്ട്. ലിസ്റ്റിലുള്ളവർക്ക് UDF അനുകൂല സംഘടനകളിൽ അംഗത്വവും നൽകി. രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അനുമതിയോടെയാണ് ക്രമക്കേടുകൾ നടക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്യൂൺ നിയമനത്തിലെ നടപടിക്രമങ്ങൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ നീക്കിയാലുടൻ നിയമനം നടത്താനാണ് നീക്കം. അതേസമയം ക്രമക്കേടുകൾ അന്വേഷിച്ച് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് നല്ലപോലെ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ബോഡിയാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധനയിൽ ആരാണ് ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കോഴയിടപാടുകൾ പീപ്പിൾ TV ഒളിക്യാമറയിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് പ്രഖ്യാപിച്ച അന്വേഷണം എവിടെയും എത്തിയിട്ടുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഴിമതിയും ക്രമക്കേടുകളും തുടർക്കഥയാവുകയാണ്. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തന്നെയാണ് ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. PV കുട്ടൻ, കോഴിക്കോട്. ആൺകുട്ടികളുടെ ആധിപത്യവുമായി ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക. 1ാം റാങ്ക് എറണാകുളം സ്വദേശി റാം ഗണേശന്, തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദിനാണ് 2ാം റാങ്ക്, തിരുവനന്തപുരം സ്വദേശി അശ്വിൻ എസ് നായർക്ക് 3ാം റാങ്കും ലഭിച്ചു. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. എഞ്ചിനീയറിംഗിന് ഈ വർഷം പരീക്ഷ എഴുതിയ 1,02,649 വിദ്യാർത്ഥികളിൽ 78,169 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ആദ്യ 10 റാങ്കുകളും ആൺകുട്ടികളാണ് കരസ്ഥമാക്കിയത്. എറണാകുളം സ്വദേശി റാം ഗണേഷ് വിക്കാണ് 1ാം റാങ്ക്, തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദ് 2ഉം, തിരുവനന്തപുരം സ്വദേശി അശ്വിൻ എസ് നായർ 3ാം റാങ്കും കരസ്ഥമാക്കി. SC പട്ടികയിൽ മലപ്പുറം സ്വദേശി ഷിബൂസ് S 1ാം റാങ്കും തൃശൂർ സ്വദേശി ഋഷികേഷ് 2ാം റാങ്കും നേടി. ST പട്ടികയിൽ കോട്ടയത്തുകാരൻ ആദർശ് S 1ാം റാങ്കും എറണാകുളം സ്വദേശി നമിത S 2ാം റാങ്കും കരസ്ഥമാക്കി. ആദ്യ 100 റാങ്കിൽ 90 എണ്ണം ആൺകുട്ടികൾ നേടിയപ്പോൾ കേവലം 10 റാങ്കുകൾ മാത്രമാണ് പെൺകുട്ടികൾക്ക് നേടാനായത്. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ഹയർ സെക്കൻഡറി സ്കൂളുകളിലൂടെ നടപ്പാക്കുമെന്ന് മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു. അടുത്ത വർഷം അത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കി അതാത് സ്കൂളുകളിൽ തന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അതാത് സ്കൂളുകളിലെ IT ടീച്ചേഴ്സിനെ തന്നെ അത് എങ്ങനെ അപേക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ ചുമതലയേൽപ്പിക്കും. 119 കോളേജുകളിലായി ഈ വർഷം എഞ്ചിനീയറിംഗിന് 23,222 സീറ്റുകളാണുള്ളത്. 5,232 സർക്കാർ സീറ്റുകളും. സ്വാശ്രയ കോളേജുകളുമായുള്ള കരാറിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രിയും എൻട്രൻസ് കമ്മീഷണറും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ തൃപ്പൂണിത്തുറ സ്വദേശി റാം ഗണേശന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സിവിൽ സർവീസ് നേടുകയാണ് ലക്ഷ്യം. മകന്റെ നേട്ടത്തിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് മാതാപിതാക്കളായ വെങ്കടേശ്വരനും റോജയും. സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും റാം മികവ് പുലർത്തിയിരുന്നു. സംസ്ഥാന തലത്തിൽ 1ാമനായി തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിൽ CBSE +2 പഠനം. കണക്കാണ് ഇഷ്ടവിഷയം. 2014 നടന്ന ഓൾ ഇന്ത്യ മാത്സ് ആൻഡ് സയൻസ് ചലഞ്ച് കോമ്പറ്റീഷനിൽ തിളക്കമാർന്ന വിജയം നേടി. നാസയും സന്ദർശിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കൂടാതെ NTSC, KVPY തുടങ്ങിയ മത്സര പരീക്ഷകളിലും 1ാമനായിരുന്നു ഈ കൊച്ചുമിടുക്കൻ. വായന ഏറെ ഇഷ്ടപ്പെടുന്ന റാമിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ സർവീസാണ് ലക്ഷ്യം. എനിക്ക് IIT ജോയിൻ ചെയ്യാനാണ് ആഗ്രഹം. IIT ഓൾ ഇന്ത്യ 271 കിട്ടി, സ്റ്റേറ്റിൽ 3rd ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് ആഗ്രഹം. പിന്നെ അലോക്കേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്. റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1ാം റാങ്ക് നേടുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു രക്ഷിതാക്കളുടെ പ്രതികരണം. റാങ്ക് വിവരം അറിഞ്ഞതു മുതൽ അഭിനന്ദന പ്രവാഹമാണ് ഈ വീട്ടിലേക്ക്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. കലാസാഹിത്യ മേഖലകൾക്ക് നൽകുന്ന പ്രാധാന്യം പരസ്യചിത്ര നിർമ്മാണത്തിനും നൽകണമെന്ന് നടൻ മമ്മൂട്ടി. ഇന്ത്യൻ ആഡ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദൈനംദിന ജീവിതത്തിൽ പരസ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും മമ്മൂട്ടി പറഞ്ഞു. സംഘടനയുടെ അംഗത്വം പ്രമുഖ പരസ്യചിത്ര സംവിധായകരായ രാജീവ് മേനോനും VK പ്രകാശനും മമ്മൂട്ടി കൈമാറി. സംവിധായകൻ ലാൽ ജോസ്, ജോസഫ് ചാവറ, സംഘടനാ നേതാക്കളായ
ജബ്ബാർ കല്ലറയ്ക്കൽ, സിജോയ് വർഗീസ്, ഭാനുപ്രകാശ്, ഷിബു അന്തിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകളിലേക്ക്. മഹാ ഇടയന് ജന്മദിന സമ്മാനമായി ആദിവാസികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതികൾ പ്രഖ്യാപിച്ച് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ജന്മദിനാഘോഷ വേദിയിലാണ് പ്രഖ്യാപനം. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷ മഹാ ഇടയനുള്ള ആദരവായി. നാടിന്റെ ഇടയനായ വലിയ തിരുമേനിക്ക് വലിയ ആദരവായി മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം. ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലിത്ത ഏറെ സ്നേഹിക്കുന്ന ആദിവാസി ജനവിഭാഗത്തിനായി 3 ക്ഷേമ പദ്ധതികൾ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. സൗജന്യ നേത്ര ശസ്ത്രക്രിയ, വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഹൃദ്രോഗ ചികിത്സ എന്നിവയാണ് പദ്ധതികൾ. ശുദ്ധിയുടെ കാലമാണ്, നന്മ ചെയ്യേണ്ട പ്രാധാന്യമുള്ള കാലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൽ സഹായിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഇനി ഒരു 100 ജന്മദിനങ്ങൾ കൂടെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അത്യാഗ്രഹമാണ്, എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് മമ്മൂട്ടി നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ വലിയ തിരുമേനി പ്രശംസിച്ചു. നമ്മൾ ഏത് കുഴിയിൽ ചെന്ന് ചാടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കുഴി കുഴിച്ചേച്ച് നമ്മളെ അതിലോട്ട് തള്ളി അദ്ദേഹം പണം സമ്പാദിച്ചത്. ആ പണം എന്ത് ചെയ്തു? മനുഷ്യൻ ലോകത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കും. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ഡോക്ടർ KR വിശ്വംഭരൻ, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.